നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. തൃശൂരിൽ മിന്നൽ ചുഴലി. വില്ലടം, വിൽവട്ടം, ചേറൂർ, പൂച്ചട്ടി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മിന്നൽ ചുഴലി വീശിയത്. നടത്തറ പൂച്ചട്ടി ഭവൻ സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്കും ചേറൂർ വില്ലേജ് ഓഫീസിന് മുന്നിലും മരങ്ങൾ കടപുഴകി വീണ് നിരവധി വാഹനങ്ങൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചു. മറ്റത്തൂരിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളതിനാൽ 10ഓളം കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. ജില്ലയിൽ പരക്കെ നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്തെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വടക്കാഞ്ചേരി ചേലക്കര വനമേഖലകളിൽ കാട്ടാനശല്യം മൂലം കർഷകരും സാധാരണക്കാരും ദുരിതത്തിലാകുമ്പോഴും വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിൽ വനംവകുപ്പ് കടുത്ത അനാസ്ഥ കാണിക്കുന്നതായി ആരോപണം. കുതിരാൻ തുരങ്കം വന്നതോടെ മച്ചാട് വനമേഖലയിൽ നിന്നും കാട്ടാനകൾ കൂട്ടത്തോടെ വാഴാനി മച്ചാട് കാടുകളിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും മുമ്പുണ്ടായിരുന്ന അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ നിർത്തലാക്കിയതുമാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ആവശ്യത്തിന് പുതിയ തസ്തികകളോ ജീവനക്കാരോ ഇല്ലാതെ താൽക്കാലിക സംവിധാനങ്ങളുമായി വനംവകുപ്പ് മുന്നോട്ടു പോകുമ്പോൾ കർഷകരുടെ ജീവന ഭീഷണിയായ ഈ വിഷയത്തിൽ വനം മന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വൻ അഴിമതി ആരോപണം. LDF ഭരണസമിതി ലോക്കൽ പർച്ചേസുകളിൽ വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നതായി കോൺഗ്രസ് കൗൺസിലർമാർ ആരോപിച്ചു. താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ച് പ്രിന്റിംഗ് ജോലികളും സ്റ്റേജ്, സൗണ്ട് സിസ്റ്റം വാടക ബില്ലുകളിലും ഇരട്ടി തുക കാണിച്ച് 2 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായാണ് ആക്ഷേപം. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ വിയോജിപ്പ് മറികടന്ന് അഴിമതി ബില്ലുകൾ പാസാക്കിയ ഭരണസമിതിക്കെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്ന് കോൺഗ്രസ്. വടക്കാഞ്ചേരി മാരാത്തകുന്ന് റെയിൽവേ ഗേറ്റിന് സമീപം ഏതു നിമിഷവും കടപുഴകി വീഴാവുന്ന രീതിയിൽ നിൽക്കുന്ന വൻമരങ്ങൾ വാഹനയാത്രക്കാർക്കും ജനങ്ങൾക്കും കടുത്ത ഭീഷണിയാകുന്നു. വാഴാനി ഡാം, തെക്കുംകര, മണ്ണുത്തി എന്നിവിടങ്ങളിലേക്ക് പോകുന്ന പ്രധാന പാതയായതിനാൽ റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്ന സമയങ്ങളിൽ നിരവധി വാഹനങ്ങളാണ് അപകടകരമായ മരങ്ങൾക്ക് താഴെ നിർത്തിയിടാറുള്ളത്. മഴക്കാലം ശക്തമായ പശ്ചാത്തലത്തിൽ വൻ ദുരന്തം ഒഴിവാക്കാനായി ഈ മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്ന് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ KP മദനൻ ആവശ്യപ്പെട്ടു.